സഹോദരങ്ങളെ, കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. 2024 ഏകദേശം തീരാൻ ഇനി ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ. പക്ഷെ നിങ്ങളോടൊപ്പം ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ ധന്യനാമം ഉയർത്തുവാൻ ദൈവം തരുന്ന എല്ലാ അവസരങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. നിങ്ങൾ പഴയ നിയമം പരിശോധിച്ചാൽ റോഷ് ഹഷന്ന എന്ന നാമത്തിലായിരുന്നു പഴയ നിയമ വിശ്വാസികൾ മുഴുവനും പുതുവർഷത്തെ സ്വീകരിച്ചിരുന്നത്. അവർ എങ്ങനെ പുതുവർഷത്തെ സ്വീകരിച്ചിരുന്നു എന്നുള്ളത് ഏറെ ചിന്തനീയമായ ഒരു കാര്യമാണ്. നിങ്ങൾ കേൾക്കണം. അവർ പുതുവർഷത്തെ സൈത്തിൻ കൊമ്പുകളെ വെട്ടിയും കുരുത്തോലകൾ ഏന്തിയും ദൈവത്തിന് നന്ദി പാടിയും സ്തുതിച്ചും തപ്പെടുത്തു കൊട്ടിയും നൃത്തം ചെയ്തും കൊണ്ട് ഒരു വർഷം മുഴുവനും ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ, വേടൻ്റെ കെണിയിൽപ്പെടാതെ, ഇരുട്ടത്ത് സഞ്ചരിച്ച ഒരു മഹാമാരിയും വന്നു പിടിക്കാതെ സുരക്ഷിതമായി കാത്തു പരിപാലിച്ച ദൈവത്തെ പൊടിക്ക് പൊടിയും പൂഴിക്ക് പൂഴിയും ചാരത്തിന് ചാരവുമായ മനുഷ്യൻ ഇഹലോകത്തിൽ നൃത്തം ചെയ്ത ദൈവത്തിനെ ആരാധിക്കും. മറ്റൊന്നിനു വേണ്ടിയല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത്. ഇന്ന് രാത്രി നമ്മൾ ഈ രാത്രി ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മുടെ മേൽ പകർന്നതിനെ ഓർത്ത് നമുക്കെങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? നമുക്കെങ്ങനെ കുതിച്ചു ചാടാതിരിക്കാൻ കഴിയും? നമുക്കെങ്ങനെ ആർത്തുല്ലസിക്കാൻ കഴിയാതിരിക്കും? അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞ് സന്തോഷിക്കണം. വേദപുസ്തകം നിങ്ങൾ തുറന്ന് കൊലോസ്യ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. അധ്യായം 2 തിരുവചന ഭാഗങ്ങൾ 6ഉം 7. കൊലോസ്യർ 2-ാം അധ്യായം 6-7. വലിയ ജനസമൂഹമാണല്ലോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ച് കേൾപ്പിക്കാം, ശ്രദ്ധിക്കണം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പി, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. ചില കാര്യങ്ങൾ നമ്മളവിടെ പോയിന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 1, കൂട്ടായ്മയിൽ നടക്കണം. 2, വേര് ഊന്നണം. 3, വർധനവ് പ്രാപിക്കണം. 4, ഉപദേശത്തിൽ നിലനിൽക്കണം. 5, സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. പ്രിയരെ, പുതുക്കപ്പെട്ടവർക്കല്ലാതെ പുതുവർഷമില്ല. പുതുവർഷം പുതുക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ചോദ്യം, എന്താണ് ഈ പുതുക്കം? കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവിലുള്ള പുതുക്കം. ആമേൻ. നിങ്ങളുടെ ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. പുതുക്കപ്പെട്ടവർക്കല്ലാതെ പുതുവർഷത്തിൽ അത് പുതുവർഷമാണെന്ന് തോന്നാൻ അവർക്ക് കഴിയുകയില്ല. പരിശുദ്ധാത്മാവിനാൽ ഒരു പുതുക്കം അവർക്ക് സംഭവിച്ചിരിക്കണം. ആത്മാവിൽ യഥാർത്ഥമായി പുതുകി വന്നിരിക്കണം. സ്നാനപ്പെട്ട് ദൈവകൃപ പ്രാപിച്ചിരിക്കണം. കർത്താവിൻ്റെ വചനത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കൂട്ടായ്മ ബന്ധം മുടക്കമില്ലാതെ കൊണ്ടുപോകണം. ഓരോ ദിവസവും കർത്താവിന് വേണ്ടി വർദ്ധിച്ചു വരണം. പോരാ, ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നത് നമ്മൾ ഉപദേശത്തിൽ നിലനിൽക്കണം. പോരാ, നിങ്ങൾ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിൽ ആത്മമനുഷ്യനിൽ പുതുക്കം പ്രാപിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി എത്ര പുതുവർഷങ്ങൾ വന്നാലും അതവർക്ക് പഴയ വർഷങ്ങൾ തന്നെയാണ്. പഴയ സ്തുതികൾ മാറുന്നില്ല, പഴയ സ്തോത്രങ്ങൾ മാറുന്നില്ല, ആരാധനയിലെ മടുപ്പുകൾ മാറുന്നില്ല, ആത്മീയ മന്ദത മാറുന്നില്ല. പുതുവർഷ യോഗങ്ങളിൽ മാത്രം കാണുന്ന മുഖങ്ങൾ അടുത്ത സഭാരാധനയ്ക്ക് കാണുന്നില്ല. കുടുംബങ്ങളില്ല, കുട്ടികളില്ല, വ്യക്തികളില്ല, സ്ത്രീകളില്ല. പുതുക്കപ്പെടാത്തവർക്കുള്ളതല്ല പുതുവർഷം. മനസ്സിലായവർ സ്തോത്രം ചെയ്താട്ടെ. കഴിഞ്ഞുപോയ കാലങ്ങളിലെ ദൈവം ചെന്ന വിജയങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നവരാകണം. പക്ഷേ ഒരിക്കലും നമ്മൾ പ്രശംസ എടുക്കരുത്. പ്രശംസ വമ്പ് കൊണ്ടുവരുന്നു. വമ്പ് പിശാചിൻ്റെ ആയുധമാണ്. അതവൻ്റെ കൊത്തളത്തിൽ നിന്നും തൊടുത്തു വിട്ടത് നമ്മൾ അറിയാതെ നമ്മുടെ പൂണയിൽ സ്വരൂപിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴെങ്കിലും വൈകാരിക നിലവാരങ്ങൾ ഉയരുമ്പോൾ ദൈവത്തിൻ്റെ ദാസീദാസന്മാരോടും സഹവിശ്വാസികളോടും കൂട്ടു സഹോദരങ്ങളോടും നാം അറിയാതെ സ്നേഹത്തിൻ്റെ നിഷ്ഫലമായിട്ടുള്ള അമ്പുകളെന്ന് പറഞ്ഞ് തൊടുത്തുവിടുന്നത് ശത്രു എയ്തതിനെ നമ്മൾ സൂക്ഷിച്ചു വെച്ചതായിരിക്കും. അതിന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ
അവൻ്റെ കൊത്തളത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾക്ക് പുതുക്കമുണ്ടാകണമെന്നുള്ളതാണ്. പഴയ വർഷങ്ങൾ പഴകിയ വർഷങ്ങൾക്ക് സമമാണ്. പഴയ വർഷത്തിലെ ആരാധനയിൽ പുതിയ വർഷത്തിലേക്ക് കടക്കാൻ നിന്നാൽ പ്രിയരെ, നമുക്കൊരു കാരണവശാലും പുതിയ നന്മകളെ പ്രാപിക്കാൻ കഴിയുകയില്ല. പഴയ വർഷത്തെ സ്തുതികളും സ്തോത്രത്തോടും കൂടെ, പഴയ വർഷത്തെ ആത്മീയ താല്പര്യത്തോടു കൂടെ, പഴയ വർഷത്തെ ഉപദേശങ്ങളിലൂടെ, പഴയ വർഷത്തിലെ വർധനവിലൂടെ, പഴയ വർഷത്തിലെ കൂട്ടായ്മ ബന്ധത്തിലൂടെ ഒരുവൻ പുതുവർഷത്തെ സ്വീകരിക്കാൻ നിന്നാൽ ആ വ്യക്തിക്ക് ഒന്നും ലഭ്യമാകുന്നില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം വ്യർത്ഥവർഷമായി തീരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, 2025 നമ്മൾ പുതുക്കത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് പുതുവർഷത്തിലേക്ക് കയറണം. ദൈവം നമുക്ക് ഒരവസരം കൂടെ തന്നിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപമയിൽ യേശു പറയുന്നു, ഇതാ ഞാൻ ശ്രേഷ്ഠമായി വളർത്തിയ ഒരു മുന്തിരിത്തോട്ടം, അതിൻ്റെ നടുവിൽ ഞാൻ നട്ട ഒരു അത്തിമരം. അത്തിമരത്തിൽ ഇലകളുണ്ട്, തടിച്ചു നിൽക്കുന്ന ശിഖരങ്ങളും കൊമ്പുകളുമുണ്ട്, വേരുകൾ കണ്ടാൽ അറിയാം അതിനിടയിൽ നല്ല വിളവുണ്ട്. എന്നാൽ യജമാനൻ വന്നു, കുട്ടയുമായി വന്നു, എനിക്ക് പറിച്ചെടുക്കാൻ തോന്നുന്ന ഫലങ്ങളുണ്ടോ എന്നറിയാൻ വന്നു നോക്കുമ്പോൾ നല്ല വിശാലമായി പൊങ്ങി നിൽക്കുന്ന ഇലകളല്ലാതെ ഇലകളുടെ ഇടയിൽ യജമാനന് ഫലമൊന്നും കാണാൻ കഴിഞ്ഞില്ല. 2025 തുടക്കങ്ങളിൽ നമ്മൾ പ്രാപിക്കുന്ന ആത്മനിറവ് വാസ്തവത്തിൽ കൊമ്പുകളിൽ നിന്ന് പൊട്ടി ഉതിർന്ന് പുറത്തു വരുന്ന ഇളതായി നിൽക്കുന്ന ഇലകൾക്ക് സമമാണ്. ഇലകൾ മാത്രമായിരുന്നാൽ ഫലം കായ്ക്കാൻ കഴിയുകയില്ല. യജമാനൻ വരുമ്പോൾ നാം യജമാനൻ പ്രീതികരമായിരിക്കുന്ന ഫലങ്ങൾ ശൂന്യമാക്കപ്പെട്ട കുട്ടയിലല്ല, നിറഞ്ഞിരിക്കുന്ന കുട്ടകളിൽ യജമാനന്റെ മുഖം സന്തോഷമുഖരിതമാക്കി തീർക്കുന്ന നല്ല വിശ്വസ്തരായ ദാസീദാസന്മാരെ കർത്താവ് പുതുവർഷത്തിൽ ആഗ്രഹിക്കുകയാണ്. സിറ്റി ചർച്ചിൽ എത്ര ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൂതനെ സ്വീകരിക്കും? ദൈവമേ, അങ്ങൊരു നാൾ ഇറങ്ങി വരുമ്പോൾ, എൻ്റെ ഫലം സ്വീകരിക്കാൻ ഇറങ്ങി വരുമ്പോൾ, ഞാൻ ഇലയുള്ള വൃക്ഷമായി മാത്രമല്ല, കൊമ്പുള്ള വൃക്ഷമായി മാത്രമല്ല, തടിച്ചിരിക്കുന്ന കാണ്ഡങ്ങളും തടിച്ചിരിക്കുന്ന വേരുകളുമുള്ള വൃക്ഷമായി മാത്രമല്ല, ഫലമുള്ള വൃക്ഷമായി, അങ്ങേ സന്തോഷിപ്പിക്കുന്ന വൃക്ഷമായി, വെട്ടിക്കളയാനല്ല, വളമിട്ട് വീണ്ടും വളർത്താൻ, ഒടിച്ചെറിയാനല്ല, വേലി കെട്ടി സംരക്ഷിപ്പാൻ, പറിച്ചെടുക്കാനല്ല, വലിച്ചു കെട്ടി വീണ്ടും ഫലം കായ്പാൻ പുതുവർഷത്തിൽ പുതുക്കത്തിന്റെ ആത്മാവിനെ ആവശ്യമാണ്. ഇതൊരു അവസരമാണ് പ്രിയരെ. ദിസ് ഈസ് എ ന്യൂ ചാൻസ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഇടയിൽ നിന്ന് പലരെയും കർത്താവ് നേരത്തെ തൻ്റെ ഭവനത്തിലേക്ക് ചേർത്തു. നമ്മളെ ഇതുവരെയും ചേർത്തിട്ടില്ല. അവരെക്കാൾ മുമ്പേ നമ്മൾ പോയിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടായിട്ടുണ്ടല്ല. ദർ ഇസ് നോ സിംഗിൾ മെറിറ്റ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിത ഡയറിക്കകത്ത് നമുക്ക് എഴുതി വയ്ക്കാൻ ഒരു മെറിറ്റുകളുമില്ല. നമ്മുടെ പഠനങ്ങൾ, നമ്മുടെ പാഠ്യവിഷയങ്ങൾ, നമ്മൾ അറിഞ്ഞത്, നമ്മൾ ചികഞ്ഞത്, നമ്മൾ ശേഖരിച്ചത്, നമ്മൾ വാരിക്കൂട്ടിയത് ദൈവത്തിൻ്റെ മുമ്പിൽ വെറും ചവറത്രേ. എന്നാൽ ദൈവത്തിൻ്റെ കൃപയോ, ദൈവത്തിൻ്റെ സ്നേഹമോ, ദൈവത്തിൻ്റെ കരുണയോ അതെൻ്റെ ജീവിതത്തിൽ പുതുകി വരുന്ന ആത്മാവിന് വഴിയൊരുക്കിയ ഘടകമാണ്. ഇതൊരു പുതിയ തുടക്കമാണ്, വിഷമിക്കാനുള്ളതല്ല. നമ്മുടെ ദൈവം വിഷമത്തിൻ്റെ ദൈവമല്ല. നമ്മുടെ ദൈവം മുഖത്ത് സന്തോഷം തരുന്ന ദൈവമാണ്. അവൻ വായിൽ ചിരിയെ പകരുന്ന ദൈവമാണ്. തൻ്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും കഷ്ടതയിലും രോദനകളിലും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ സത്യവേദ പുസ്തകം വിളിച്ചു പറയുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം പാർത്താൽ അവർ ഞാൻ അനുഭവിക്കുന്ന ആനന്ദത്തിലും, ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തിലും, ഞാൻ അനുഭവിക്കുന്ന ആത്മധൈര്യത്തിലും ജീവിക്കണം എന്ന് വിളിച്ചു പറയുന്ന ഏക ഗ്രന്ഥം ദൈവത്തിൻ്റെ വചനമാണ്. ഇതിൽ ദൈവത്തിൻ്റെ ശ്വാസമുണ്ട്. എങ്കിലിത് സത്യമാണ്. ദൈവം നമുക്ക് പുതിയൊരു അവസരം തരുന്നു. സ്തോത്രം ചെയ്താട്ടെ. ദൈവം നമുക്ക് പുതിയൊരു തുടക്കം തരുന്നു. സ്തോത്രം ചെയ്താട്ടെ. പുതുവർഷം പുതുക്കപ്പെട്ടവർക്കും പുതുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ്. ഒരുത്തരും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇല്ല പ്രിയരെ, സിറ്റി ചർച്ചിനകത്ത് കാലെടുത്ത് കുത്തിയിരിക്കുന്ന കൊച്ചു കുട്ടികൾ മുതൽ വാർദ്ധക്യത്തിലിരിക്കുന്ന ഒരു വ്യക്തികൾ പോലും ശരീരത്തിൻ്റെ ചുളിവോ ത്വക്കിൻ്റെ വലിപ്പമോ നിറമോ നോക്കിയിട്ടല്ല ദൈവം സ്നേഹിക്കുന്നത്. അകത്ത് ദൈവത്തിൻ്റെ ഒരു അംശമുണ്ട്. അതിനെ ബൈബിൾ വിളിക്കുന്നു എൻ്റെ നല്ല ആത്മാവ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ പുതുക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. പുതുക്കപ്പെട്ടവരുണ്ട് ഇതിനകത്ത്. ആത്മബലം പ്രാപിച്ചവരുണ്ട്. 2024 ദൈവത്തിൻ്റെ തേജസ്സേറിയ കരം ശക്തിയോടെ ദൈവത്തിൻ്റെ സഭയ്ക്കകത്തും പുറത്തും വിവിധ നിലവാരങ്ങളിൽ ദൈവം ഉപയോഗിച്ച ദൈവത്തിൻ്റെ ദാസീദാസന്മാർ ഇതിനകത്തുണ്ട്.
പക്ഷെ അവരോട് കർത്താവ് പറയുന്നത്, നിങ്ങളിലും ഒരു പുതുക്കം ഏറെ ആവശ്യമാണ്. നിങ്ങൾക്കറിയാമോ, ലോകത്തിൻ്റെ ജനത ആഗ്രഹിക്കുന്നത് നല്ല ഒരു പുതുവർഷം കിട്ടണം. നമ്മളിൽ ആരും ആഗ്രഹിക്കുന്നില്ല ഒരു ചീത്ത പുതുവർഷം കിട്ടാൻ. ആമേൻ, ഹല്ലേലൂയ. നല്ല പുതുവർഷം ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, നല്ല പുതുവർഷം ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, ഞാൻ നിർത്താൻ പോകുന്നു. ഇത് നമ്മുടെ കർത്താവദാസൻ നിതിൻ മുമ്പ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ, സദ്യ കഴിക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ ഇലയുടെ മുകളിൽ വയ്ക്കുന്ന തൊടുകറികൾ ഊണ് വരുന്നതേ ഉള്ളൂ. ഇത് തൊടുകറിയായിട്ടേ ഉള്ളൂ. എൻ്റെ ചിലപ്പോൾ ഇഞ്ചിയും അച്ചാറൊക്കെ പോലെ ആയിരിക്കും, അല്പസ്വല്പം കാരവും എരിവും പുളിയും കാണും. കുഴപ്പമില്ലെന്ന്. എത്ര കടുകട്ടിയായ ആഹാരം പോയാലും ഒരല്പം ഇഞ്ചി തൊട്ട് നക്കി വെച്ചില്ലെങ്കിൽ വരൂല. അപ്പോൾ വചനം ദഹിക്കണമെങ്കിൽ അല്പ തൊടുകറികൾ ആവശ്യമാണ്. നല്ല പുതുവർഷം ആഗ്രഹിക്കുന്ന പ്രിയരെ, ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ടെ. ചോദ്യം, നല്ല പുതുവർഷത്തിന് എന്ത് ചെയ്യണം? ഉത്തരം ലളിതം, നല്ലവനായ ദൈവത്തിൽ ജീവിക്കണം. സ്തോത്രം. തീരുമാനമെടുക്കാമോ? നല്ലവനായ ദൈവത്തിൽ ജീവിക്കാൻ തീരുമാനമെടുക്കാമോ? പ്രിയരെ, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന തോൽവികൾ നമുക്കൊരു പാഠമാകട്ടെ, പരാജയങ്ങൾ പാഠമാകട്ടെ. പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്തതിനകത്ത് ദൈവത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, 2025 കർത്താവിൽ കൂടുതൽ വേരൂന്നാൻ, കർത്താവിൽ കൂടുതലായി വർദ്ധിക്കാൻ, സഭയുമായി കൂട്ടായ്മ ബന്ധം ഏറെ ആചരിക്കാൻ, ദൈവത്തിൻ്റെ നല്ല പ്രസാദ വർഷം നമ്മുടെ മേലുണ്ടാകാൻ സർവശക്തനും നിത്യനും നീതിമാനും സർവോപരി നമ്മുടെ പിതാവുമായ ദൈവം സമസ്ത മേഖലയിലും നിങ്ങളെ അനുഗ്രഹിച്ച് ഉറപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാം.